വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജിമോൻ. നമ്മളിന്ന് കാണുന്നത് അസോർട്ട് കളക്ഷനാണ് കേട്ടോ. ഡിഫറെൻറ്റ് ഫാബ്രിക്കുമാണ്, ഡിഫറെൻറ്റ് റേഞ്ചുമാണ്. ഓരോന്നെടുക്കുമ്പോൾ പറഞ്ഞിട്ടെടുക്കാം. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റായിട്ട്. സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562251075 and 8075551533. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ, സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് മെൻഷൻ ചെയ്യും. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് വേഗം കളക്ഷൻസ് വന്നിട്ട് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് പ്യോർ കോട്ടൺ കളക്ഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്ക് കോട്ടൺ കളക്ഷൻസ് കുറേ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലൈറ്റ് വൈറ്റ് കളറിൽ ഗ്രീൻ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള നല്ല രസമുള്ള പാറ്റേൺ ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 1495 ആണ്. നല്ല പ്രിൻ്റാണ്. സൈഡിൽ ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട ഇതാ ഇതുപോലെ ക്രോഷ്യോ പാറ്റേണിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ക്രോഷ്യോ വർക്ക് അറിയാമല്ലോ, നല്ല ടൈം എടുത്ത് ചെയ്യുന്നൊരു വർക്കാണ്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. അതാ എൻഡ് പോർഷനിൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നിരിക്കുന്ന പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള ബോട്ടം ഇങ്ങനെ ഭയങ്കര ക്ലാസി ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് കളർ വരുന്നത് ഇതുപോലെ, ഇതും വൈറ്റ് കളറിൽ പീച്ചിഷ് കളറിലുള്ള ഫ്ലവേഴ്സ് ചെയ്തേക്കുന്നത്. ബോർഡേഴ്സ് പോയിട്ടുണ്ട്. ബോർഡേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ലിറ്റിലോ സ്ലീവ്സിലോ ഒക്കെ എന്തെങ്കിലും പാറ്റേൺ ഒക്കെ ചെയ്യാം. ദുപ്പട്ടതാ ഇതുപോലെ ക്രോഷ്യോ വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട. നല്ല ലെങ്ത്തും വിട്ടുമുള്ള ദുപ്പട്ടയാണ്. നല്ല സോഫ്റ്റ് ഫിനിഷിലുള്ള ഫാബ്രിക്കുമാണ് കേട്ടോ. പ്യോർ കോട്ടൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് സിംപ്ലി വേറെയും വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിലും വേറെയും ഡബിൾ സൈഡൊക്കെ ഇട്ടാലും നന്നായിട്ട് കിടക്കുന്നൊരു ഫാബ്രിക്കാണ്. നെക്സ്റ്റ് വൺ ബ്ലൂ ഷെയ്ഡ്. ഇതൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ, തയ്ച്ചിട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ലുക്ക് അറിയാൻ പറ്റുക. ഇതിൻ്റെ ബോട്ടം പീസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതുണ്ട് പോൾക്കാ ഡോട്ട്സ് വന്നിട്ടുള്ള ബോട്ടമാണ്. 1540 ആണ് റേറ്റ്. പ്യോർ കോട്ടൺ നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക്കാണ്. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ദുപ്പട്ട നോക്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ക്രോഷ്യോ വർക്ക് ചെയ്തിട്ടുള്ള പോൾക്കാ ഡോട്ട്സും വന്നിട്ടുണ്ട്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ദുപ്പട്ട. ബോട്ടം ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ദുപ്പട്ടയിൽ വന്നേക്കുന്ന സെയിം ഡിസൈൻ തന്നെ ബോട്ടത്തിലും വരെ ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ. കണ്ടോ, ഇതിലും ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇന്നർ പോർഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡബിൾ ടോപ്പ് ചെയ്യാം. കാരണം സെയിം ഫാബ്രിക് 2.5 മീറ്റർ വെച്ചിട്ട് ഫുൾ ഫാബ്രിക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു ചെറിയ പീസ്, ഒരു 1/2 ഇഞ്ച് പീസ് അറ്റാച്ച് ചെയ്ത് ഒരു സാരി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല ലെങ്ത്തും വിട്ടുമുള്ള ഫാബ്രിക്കാണ്. ദുപ്പട്ട കണ്ടോ, ബ്യൂട്ടിഫുൾ ദുപ്പട്ട. നല്ല കളർഫുള്ളാണ്, നല്ല സോഫ്റ്റ് ഫിനിഷുമാണ്. പ്യോർ കോട്ടൺ ആണ്. കംഫർട്ട് നോക്കുന്നവർക്ക് ഇത് ഭയങ്കര നല്ല റേറ്റാണ് കേട്ടോ. ഗ്രീൻ, ഈ കളറൊക്കെ നോക്ക്, ഭയങ്കര സറ്റിലായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുള്ള കളേഴ്സ്. ഗ്രീനും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ. ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. ഇത് വേണമെങ്കിൽ രണ്ടും ടോപ്പ് ചെയ്തിട്ട് കോമൺ ബോട്ടം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലെഗിൻസോ അല്ലെങ്കിൽ ലെഗിൻസും സ്ട്രേറ്റ് പാൻറ്റൊക്കെ ഈ കളേഴ്സ് അവൈലബിൾ ആവുമല്ലോ, ബ്ലൂവും ഗ്രീനൊക്കെ. അപ്പോൾ അത് വേണമെങ്കിൽ പറയാം. അല്ല വൈറ്റ് ഇട്ടാലും നല്ലതാണ്. കണ്ടതിൻ്റെ ആ ക്രോഷ്യോ ലേസ് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ലുക്ക് തരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ബ്ലൂ, ലൈറ്റ് ബ്ലൂ വിത്ത് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ കേട്ടോ. ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ബോർഡേഴ്സ് യൂസ് ചെയ്തിട്ട് സ്ലീവ്സിലോ നെക്കിലോ ഒക്കെ വെച്ചാൽ ഭംഗിയായിരിക്കും. ബോട്ടം പ്രിൻ്റ് ഉണ്ടോ. ഈ ബോട്ടം പീസിൽ ഞാനത് പാറ്റേൺസ് നിങ്ങൾക്ക് ടിപ്സായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഈ ബോട്ടം പീസിൽ നിങ്ങൾക്ക് ഈ ഒരു ബോർഡർ യൂസ് ചെയ്തിട്ട് സ്ലീവ്സിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ആ ഒരു വർക്ക് നല്ല എടുത്ത് നിൽക്കും. ടോപ്പിൻ്റെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ആ പാറ്റേൺ സ്ലീവ്സിലോ നെക്കിൽ റോൾ കോളറൊക്കെ വെച്ചാലും നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ കോളറിൽ വെച്ചാലും, കോളർ എടുത്തിട്ട് വീനൊക്കെ വെച്ചാലും നല്ലതാണ്. അതുപോലെ ഡബിൾ ടോപ്പ് ചെയ്യാനുള്ള ഫാബ്രിക് ഉണ്ട് കേട്ടോ. ഇത് വരുന്നത് ഒരു ഹെക്കോബ പാറ്റേണിൽ, പക്ഷേ ഇതൊരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കാണ് കേട്ടോ. ഒരു ലൈറ്റ് പീച്ചാണ് ഷെയ്ഡ് വന്നേക്കുന്നത്. പിങ്കിഷ് പീച്ചാണ് ഷെയ്ഡ് വന്നേക്കുന്നത്. 1450 ആണ് റേറ്റ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഫുൾ ഫ്ലോറൽ പ്രിൻറ്റ് ചെറുതായിട്ട് ദാമൻ ഏരിയയിലും ഇന്നർ പോർഷനിൽ സ്കാറ്റർ ചെയ്തിട്ടുമാണ്. ബാക്ക് പോർഷൻ ഇതുപോലെ. ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ഹെക്കോബ പാറ്റേണിലാണ് കേട്ടോ വന്നേക്കുന്നത്. ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ആൻഡ് കളർ കോമ്പിനേഷൻ നല്ല ക്യൂട്ടായിട്ടുള്ള കളർ കോമ്പിനേഷൻ. സാൻഡ് ടോൺ ബോട്ടം, സെയിം ടോൺ. ഇതൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഈ ഫാബ്രിക്കൊക്കെ നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫാബ്രിക്കാണ്. നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ താഴെ നല്ല ഫ്ലോറൽ പ്രിൻറ്റ്. ഇതിൻ്റെ ദുപ്പട്ട ആണ് അതിൽ ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ട. കണ്ടോ, നല്ല ഭംഗിയുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം ഇതുപോലെ. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് കളറിൽ തന്നെ
എന്നുവെച്ചാൽ പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ചെറിയൊരു ഗ്രേഷ് ടിൻറ്റോട് കൂടിയതാണ്. 1895 ആണ് റേറ്റ് വരിക. നല്ല ഫാബ്രിക്കാണ്, ഒരു ലിനൻ ഫീലുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ദുപ്പട്ടയാണെങ്കിലും ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ട ഇതുപോലെ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് നല്ല കോമ്പിനേഷൻ, ആ ഒരു പൗഡർ ബ്ലൂവും ഗ്രേയും കൂടി വരുന്നൊരു കോമ്പിനേഷൻ. ഇനി വരുന്നത് 1495 റേഞ്ച് ഗ്രേപ്പ് വൈൻ ഷെയ്ഡ്. യോക്കിൽ ഓൾറെഡി വർക്ക് പോയിട്ടുണ്ട്. ഒരു ഹക്കോബ പാറ്റേണിലാണ് ഫാബ്രിക് പോകുന്നത്. ദുപ്പട്ട നല്ല ക്യൂട്ട് ദുപ്പട്ട, കളർ കോമ്പിനേഷൻ നല്ലതാണ്. ബോട്ടം എന്താ ഇങ്ങനെ. നെക്സ്റ്റ് വൺ ഇതിൻ്റെ തന്നെ ബ്ലാക്ക്, ഒരു ചാർക്കോൾ ബ്ലാക്ക് ആണ് കേട്ടോ. ബാക്കിൽ ഇതുപോലെ ഫ്ലവേഴ്സ് പോയിട്ടുണ്ട്. യോക്കിൽ നല്ല ഭംഗിയുള്ള വർക്ക്. ദുപ്പട്ട ഇതുപോലെ ഒരു ബാന്തിനി ഡിസൈൻ പോലെ വന്നിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കോമ്പിനേഷൻ. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ ഇതുപോലെ. ഇതൊക്കെ നിങ്ങൾക്ക് നോർമൽ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടാണ്, കാരണം വാഷ് ചെയ്താലൊന്നും കളറൊന്നും പോയില്ല. നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണക്കി എടുക്കാനും പറ്റും. റേറ്റ് വരുന്നത് 1650 ആണ് കേട്ടോ. ഇതൊരു ഡാർക്ക് മറൂൺ അല്ലെങ്കിൽ ഒരു ബർഗൻഡി ഷെയ്ഡ് എന്ന് പറയാം. നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ ഇതുപോലെ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഇതിപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ആണ് ഞാനിന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സ്റ്റോർ വരുന്നത് ആലപ്പുഴയിൽ, തിരുവമ്പാടിയിലും എറണാകുളത്ത് തൃപ്പൂണിത്തുറ ലെസൺ ജംഗ്ഷനിലുമാണ്. വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട്
ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.